ടിടിഇമാരുടെ സ്വയരക്ഷയ്ക്ക് പിസ്റ്റൾ നൽകണം. കഴിഞ്ഞ ഏപ്രിൽ മാസം 2-ാം തീയതി കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിന്റെ D1 കോച്ചിന് ഏലത്തൂരിൽ ഷാരൂഖ് സൈഫി എന്ന ജിഹാദി തീവെച്ച് ഒരു കുട്ടി ഉൾപ്പെടെ 3 നിരപരാധികൾ വെന്തുമരിക്കുകയും 9 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. അന്ന് മരിച്ചതും പരിക്കേറ്റതും വെറും സാധാരണക്കാരായതിനാൽ അന്നത് കാര്യമായ ചർച്ചയായില്ല. കൃത്യം ഈ വർഷം ഏപ്രിൽ 2-ന് തീവെപ്പ് കേസിന്റെ 1-ാം വാർഷികത്തിൽ തന്നെ എറണാകുളം പാറ്റ്ന എക്സ്പ്രസിൽ വെച്ച് ഒഡീഷ സ്വദേശി രജനീകാന്ത എന്ന അന്യസംസ്ഥാന തൊഴിലാളി ടിടിയെ ട്രെയിനിൽ നിന്നും തള്ളി താഴെയിട്ട് കൊന്നു. ഇന്ന് തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിൽ ടിടി ജെയ്സൺ തോമസിന്റെ മുഖത്ത് തുപ്പുകയും മാന്തുകയും ചെയ്ത് ഒരു ഭിക്ഷാടകൻ കടന്നു കളഞ്ഞു. ട്രെയിനുകൾ കാണുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ വിളിക്കുന്നത് കഷ്ടകാൽ എക്സ്പ്രസുകൾ എന്നാണ്. ടിടിമാരുടെയും യാത്രക്കാരുടെയും സംരക്ഷണം ആരുറപ്പാക്കും? ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഇന്ന് കേരളത്തിലേക്കും കേരളത്തിന് പുറത്തേക്കുമുള്ള യാത്രക്കാരിൽ ഭൂരിഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇവർ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, ആരുടെ അടുത്തേക്ക് പോകുന്നു, എന്തിനു വരുന്നെന്നോ, എത്ര കാലം ഇവിടെ തങ്ങുന്നെന്നോ, ഇവർക്ക് വല്ല ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിരുന്നോ എന്നോ ആർക്കും അറിയില്ല. സർക്കാരിൻ്റെ കയ്യിലും പോലീസിൻ്റെ കയ്യിലും യാതൊരു രേഖകളുമില്ല. നിലവിൽ ആകെയുള്ളൊരു കണക്ക് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിലെ കുടിയേറ്റക്കാരുടെ എണ്ണം 23.5 ലക്ഷമാണെന്ന് 2013 ഒരു പഠനത്തിൽ പറയുന്നു. എന്നാൽ അനൗദ്യോഗികമായി 35 മുതൽ 40 ലക്ഷത്തിനിടയ്ക്കാണ് ഇവിടുത്തെ അന്യസംസ്ഥാന കുടിയേറ്റക്കാരുടെ എണ്ണം. സർക്കാരിൻ്റെ ആകെയുള്ള കണക്കെന്ന് പറയുന്നത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും മറ്റും നൽകുന്ന ആവാസ് പദ്ധതിയിൽ 5,16,320 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ്. കൊടും കുറ്റവാളികൾ ഉൾപ്പെടെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായാണ് കേരളത്തിലേക്ക് എത്തുന്നത്. 2016 ഏപ്രിലിൽ പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനി ജിഷയെ കൊലപ്പെടുത്തിയ അസാം സ്വദേശി അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ കിട്ടിയ ശേഷവും കുറ്റകൃത്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ബംഗ്ലാദേശ്, നേപ്പാൾ, മ്യാൻമാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും അന്യസംസ്ഥാനക്കാരെന്ന വ്യാജേന ഇവിടെ എത്തുന്നുണ്ട്. 127 കൊലക്കേസിലായി 168 അന്യസംസ്ഥാന പ്രതികൾ ഇവിടുത്തെ ജയിലുകളിലുണ്ട്. ഇന്ത്യൻ പൗരന് രാജ്യത്ത് എവിടെ സഞ്ചരിക്കാനും ജോലി ചെയ്യാനും അവകാശമുള്ളതിനാൽ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നത് ഭരണഘടനാ വിരുദ്ധം എന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ക്ഷേമ പദ്ധതി എന്ന പേരിലെങ്കിലും രജിസ്ട്രേഷനിലൂടെ വിവരം ശേഖരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഒരു ഡേറ്റാബേസ് ഉണ്ടാക്കുവാൻ സാധിക്കും. അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ നടത്തിയ അരുങ്കൊലകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്തതിൽ ഏതാനും ചിലത് ഞാൻ പരാമർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കേശവദാസപുരത്തെ വീട്ടമ്മ മനോരമയെ കൊലപ്പെടുത്തി മൃതദേഹം കിണറ്റിൽ തള്ളിയത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിരുന്നു. പേരൂർക്കട അമ്പലമുക്കിൽ നഴ്സറി ജീവനക്കാരിയെ കുത്തിക്കൊലപ്പെടുത്തി സ്വർണ്ണമാല കവർന്നത്, അരൂരിൽ ബാറിൽ മദ്യപിച്ച് തർക്കത്തെ തുടർന്ന് അസാം സ്വദേശിയെ കൊന്നതും ഒരു അന്യസംസ്ഥാനക്കാരനായിരുന്നു. റബ്ബർ ഫാക്ടറിയിലെ മോഷണം തടഞ്ഞതിന് സെക്യൂരിറ്റി ജോസിനെ ആസാം സ്വദേശി തലക്കടിച്ചു കൊന്നു. മലപ്പുറത്ത് മോഷണ ശ്രമത്തിനിടെ സ്ത്രീയെ 2 ആസാം സ്വദേശികൾ കൊലപ്പെടുത്തി കടന്നു കളഞ്ഞു. എറണാകുളം പുത്തൻവേലിക്കരയിൽ 60 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത് ആസാംകാരൻ. എറണാകുളത്ത് 14-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത് 4 അന്യസംസ്ഥാന തൊഴിലാളികൾ. ആലുവായിൽ 3 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്നത് അസ്വാഖ് ആലം എന്ന അന്യസംസ്ഥാന തൊഴിലാളിയാണ്. കിഴക്കമ്പലം കിറ്റക്സിൽ പോലീസിനെ ആക്രമിച്ച് പോലീസ് വാഹനം കത്തിച്ചതിന് അറസ്റ്റിലായത് 174 അന്യസംസ്ഥാന തൊഴിലാളികളാണ്. കേരളത്തിൽ മാത്രം വിവിധ ട്രെയിൻ അപകടങ്ങളിൽ കഴിഞ്ഞ വർഷം മരിച്ചത് 392 പേരാണ്. ട്രെയിനിന്റെ എണ്ണക്കുറവും സീറ്റുകളുടെ അപര്യാപ്തതയും തുടങ്ങി യാത്രയുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ എല്ലാ പ്രതികരണങ്ങൾക്കും പാത്രമാകുന്നത് ടിടിഇമാരാണ്. ടിടിഇമാരുടെ സുരക്ഷയ്ക്ക് എന്ത് ചെയ്യാമെന്നും റെയിൽവേയുമായി ബന്ധപ്പെട്ടും അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടും ഉയരുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ രമേശ് മാത്യു ആണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. രമേശ് ജി, നമസ്കാരം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ ട്രെയിൻ അപകടങ്ങൾ. വർദ്ധിച്ചു വരുന്ന ട്രെയിൻ യാത്രക്കിടയിലെ അപകടങ്ങളെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയുവാനുള്ളത്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, ഒരു 30 വർഷം മുമ്പ് തന്നെ അതും മലയാളിയായിട്ടുള്ള ഒരു നഴ്സിനെ ട്രെയിനിൽ കൊന്ന സംഭവമുണ്ട്. നിങ്ങൾക്ക് അറിയാവോന്ന് അറിയത്തില്ല. അന്നത്തെ മുംബൈ കന്യാകുമാരി എക്സ്പ്രസ്, അതായത് ഇപ്പൊ അത്
പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ആയിട്ട് പോകുന്ന ട്രെയിൻ. അത് രാവിലെ എറണാകുളം സ്റ്റേഷൻ വിട്ടപ്പോൾ ചങ്ങനാശ്ശേരിയിലേക്ക് മൊബൈലിൽ നിന്ന് യാത്ര ചെയ്തിരുന്ന ഒരു ലേഡി, അതായത് ഏർലി 20s ഒരു സ്ത്രീ, അന്ന് ഇതേപോലെ തന്നെ അവര് മണിമലയ്ക്ക് അടുത്ത് കരക്കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നുള്ളവരായിരുന്നു. അവരുടെ പേര് സെലീനാമ. അവര് ബാത്റൂമിൽ കയറിയപ്പോ അവിടെ ഒളിഞ്ഞിരുന്ന മലയാളിയായിട്ടുള്ള ഒരുത്തൻ ചെയിൻ തട്ടിപ്പറിക്കാൻ വേണ്ടിയോ മറ്റോ ആണ് സംഭവം നടന്നത്. അവര് ട്രെയിനിൽ വെച്ച് അവര് മരിച്ചു പോകായിരുന്നു ഉണ്ടായത്. എന്നിട്ട് അവനെ അന്ന് ട്രെയിനിന്റെ അകത്ത് വന്ന മാറ്റി യാത്രക്കാരെല്ലാം കൂടെ പിടികൂടി അവനെ പിന്നെ കോടതി ശിക്ഷ എല്ലാം കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ജീവപര്യന്തം എല്ലാം കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങിയതായിട്ടാണ് ഞാൻ പിന്നെ കേട്ടത്. ഞാൻ ആ വ്യക്തിയുടെ പേര് ഓർക്കുന്നില്ല. അത് ഞാൻ തൃപ്പൂണിത്തറ ഭാഗത്തെങ്ങാണ്ടുള്ള ഒരു മനുഷ്യനായിരുന്നാണ് എന്റെ ഓർമ്മ. അത് 94 എന്റെ ഓർമ്മയിൽ എന്നും നിൽക്കുന്ന ഒരു സംഭവമാണ്. കാര്യം ഞാൻ ആ സമയത്ത് ഡെയിലി ഒരു സീസൺ ടിക്കറ്റ് യാത്രക്കാരനായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളാണ്. പിന്നെ അത് കൂടാതെ പിന്നീട് എനിക്ക് പിന്നെ ഓർമ്മയിൽ ഉള്ള സംഭവം ഈ 2011 സൗമ്യയുടെ മർഡർ. 2011 എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 1st ഡേയിലായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. അത് അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കില് ഈ മർഡർ. അത് നടന്നത് ഈ നമ്മുടെ മുളങ്കുന്നത്ത് എല്ലാം കഴിഞ്ഞ് വള്ളത്തോൾ നഗർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഗോവിന്ദസ്വാമിയുടെ കേസ്. അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം അത് തുടർന്ന് കഴിഞ്ഞ് ആ ഇടയ്ക്ക് തന്നെ പിന്നീട് ഗുരുവായൂരിൽ നിന്ന് രാത്രി വരുന്ന മറ്റേ മധുരയ്ക്കായിരുന്നു അന്ന് ആ ട്രെയിൻ. ഇന്ന് അത് എഗ്മൂർ ട്രെയിനാണ്, നീട്ടി. ആ ട്രെയിനിൽ ഇതുപോലെ കന്യാസ്ത്രീക്ക് നേരെ ഒല്ലൂർ അടുത്ത് വെച്ച് ഇതുപോലെ തന്നെ ഒരു അറ്റാക്ക് ഉണ്ടായി. അന്ന് അതില് പ്രതി എനിക്ക് തോന്നുന്നു അത് പ്രതികളെ കിട്ടിയില്ല. ആ ട്രെയിൻ തന്നെ പിന്നീട് ഒരിക്കൽ 2 സഹോദരിമാർക്ക് നേരെ ഇതുപോലെ ഒരു അറ്റാക്ക് ആ ട്രെയിനിൽ വെച്ച് തന്നെ ഉണ്ടായി രാത്രിയില്. അതൊക്കെ ഈ തൃശ്ശൂർ എറണാകുളം ഈ സ്ട്രെച്ചിന്റെ അകത്തൊക്കെ വെച്ച് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ ഇപ്പോഴും പറയുന്നത്. ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട 127 കൊലക്കേസുകളിൽ 168 അന്യസംസ്ഥാന തൊഴിലാളികൾ പ്രതികളായി നമ്മുടെ ജയിലുകളിലുണ്ട്. ഇങ്ങോട്ട് വരുന്ന ആൾക്കാരില് നമ്മള് ഇപ്പൊ അവരില്ലാതെ നമ്മുടെ സ്റ്റേറ്റ് ചലിക്കുകയല്ലെന്നുള്ള ഒരു കാര്യമായിട്ടുണ്ട്. അത് നമ്മള് മറച്ചു വെക്കുന്നില്ല. അത് ശരിയാണ്. അവരുടെ ഇടയിൽ നിന്ന് ക്രിമിനൽസിന്റെ എണ്ണം പൊതുവെ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അത് എന്തുകൊണ്ടോ അത് അങ്ങനെ ആയിപ്പോയി. അത് കാര്യം നമ്പർ കൂടുന്ന കാരണമായിരിക്കും അവർക്കൊരു ധൈര്യം ഒരുപക്ഷെ ഉണ്ടാകുന്നത്. അവര് കൂടുതലുള്ള പോക്കറ്റുകളിൽ പണ്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പണ്ടൊക്കെ കേരളത്തില് തമിഴന്മാരായിരുന്നു ജോലിക്കാരായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു 20 years ആയിട്ട് ഈ കൂട്ടർ തന്നെയാണ് കേരളത്തിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിൽ നിന്ന് വരുന്ന ആൾക്കാർ എങ്ങനെയാണ് അവരെ സ്ക്രീൻ ചെയ്തെടുക്കാനോ അതിനൊന്നും പോലീസ് ഡിപ്പാർട്ട്മെന്റിനോ ഒന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മര്യാദയ്ക്കുള്ള എനിക്ക് തോന്നുന്നില്ല ഒരു ഡേറ്റാ ബാങ്ക് പോലും ഈ മനുഷ്യരുടെ ഉണ്ടെന്ന്. പല കണക്കുകളാ പറയുന്നത്. 25 ലക്ഷം എന്ന് പറയുന്നുണ്ട്, 30 ലക്ഷം എന്ന് പറയുന്നുണ്ട്, അതിൽ കൂടുതൽ പറയുന്നുണ്ട്. ഇതിൽ എത്രമാത്രം ഇതുണ്ടെന്ന് പറയില്ല. അവര് കൂടുതലുള്ള ഏരിയകളിലെല്ലാം തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേർഡറുകൾ തന്നെ. ഇപ്പം സുനിലും അറിയാവുന്ന 1-2 കേസ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പം പറഞ്ഞ കേസുകൾ ഓർമ്മയുണ്ട്. മല്ലപ്പള്ളി ആനിക്കാട് ഒരു നഴ്സിനെ കുവൈറ്റിൽ നിന്ന് തിരിച്ചു വർഷങ്ങൾ മുമ്പ് അവിടെ സെർവ് ചെയ്ത ഒരു നഴ്സിനെ കൊന്ന എനിക്ക് ഓർമ്മയുണ്ട്, മല്ലപ്പള്ളി ആനിക്കാട്. അതുപോലെ തന്നെ ഒരു 2 വർഷം മുമ്പ് ഇവിടെ നമ്മുടെ 2020 അത് നമ്മുടെ ചെങ്ങന്നൂർ കൂടുകുളഞ്ഞിയിൽ ഇതുപോലെ അത് 2 പേരെയും അന്ന് തന്നെ പിറ്റേ ദിവസം തന്നെ പിടിച്ചു. അവർ രക്ഷപ്പെടാൻ നടക്കുന്നത്. 2ഉം ബംഗാളി എന്നുള്ളവർ തന്നെയായിരുന്നു 2 പേരും. അവർ 2 പേരും ഇപ്പം എനിക്ക് തോന്നുന്നു ശിക്ഷ വിധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പോഴും കേസ് നടക്കുന്നുണ്ട്. കൊഴുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോടുകുളഞ്ഞിക്കടുത്ത് ആ സംഭവം നടന്നത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ചയിലെ എറണാകുളത്താണ് ജഡ്ജിയുടെ ഡ്രൈവറെ 4 അന്യദേശ ജോലിക്കാര് തമ്മിൽ അതും P&Dയിലെ കോൺട്രാക്ട് വർക്കേഴ്സ്. ഇപ്പം P&D ഇല്ല, പോസ്റ്റില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റിലെ കോൺട്രാക്ട് വർക്കേഴ്സ് ആണെന്നാണ് അറിഞ്ഞത്. അതെ, ഇതൊക്കെ വെച്ച് അവരെ മൊത്തത്തില് ഞാൻ മോശമായിട്ട് പറയുന്നില്ല. അവര് ക്രിമിനൽസ് ഉണ്ട്, ധാരാളം ഉണ്ട്. കാര്യം എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. നമ്മുടെ ആൾക്കാർ റിയാക്ട് ചെയ്യാത്ത കാരണമാണോ അതോ ഇവിടെ വന്ന എല്ലാം സുരക്ഷിതമാണെന്ന് അവർക്ക് തോന്നുന്ന കാരണമാണോ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ വൈറലായിട്ട് ഓടുന്നുണ്ടായിരുന്നു. ഇതുപോലെ ഒരു അന്യദേശ തൊഴിലാളി കഞ്ചാവ് അടിച്ച് ഒരു പ്രായമായ സ്ത്രീയുടെ ദേഹത്തോട്ട് പോയി ഓടിച്ചെന്ന് കയറി. എനിക്ക് തോന്നുന്നു പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു, പട്ടാമ്പി ആ ഭാഗത്തെങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഇതുപോലെ അവിടെ കൂടിയ ആൾക്കാരെല്ലാം കൂടെ അവനെ ശരിക്ക് കൈകാര്യം ചെയ്തു കഴിഞ്ഞ ആഴ്ച. അതായത് ഒരു കൺട്രോളും ഇല്ലാത്ത ഒരുപാട് എണ്ണം ഈ കൂട്ടത്തിൽ വരുന്നുണ്ട് എന്ന് വെച്ച് അവരെല്ലാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. അവരിൽ പക്ഷെ ക്രിമിനൽസ് ധാരാളം ഉണ്ട്. ആ നേച്ചർ ഉള്ളവര് ഒരുപാടുണ്ട്. അത് പ്രത്യേകിച്ച് അവരുടെ 3 പോക്കറ്റ്സ് നമുക്കറിയാമല്ലോ, പെരുമ്പാവൂർ, ചങ്ങനാശ്ശേരി അടുത്തുള്ള പായിപ്പാട്, പിന്നെ പട്ടാമ്പി. ഇത് 3ആണെന്നാണ് സർക്കാരിന്റെ കണക്കില് ഞാൻ കേട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേര് കോൺസെൻട്രേറ്റ് ചെയ്ത് ജീവിക്കുന്ന 3 സ്ഥലങ്ങൾ. അവിടെ എല്ലാം ആ ഭാഗത്തും ഒക്കെ പ്രശ്നങ്ങൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇവൻ കുന്നംകുളത്ത് ഒരു ഹോട്ടലിൽ ജോലി ചെയ്തവനാന്നാ പറയുന്നത്. മിനിഞ്ഞാന്ന് ഈ
ടി വിനോദിനെ കൊന്ന ആള് കുന്നംകുളം. അങ്ങനെയല്ല, ഇതുപോലെ ഇവര് ധാരാളമായിട്ട് ഇപ്പം ക്രിമിനൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് കാണുന്നു. അത് ശരിക്കും സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇത് ഞാൻ നേരത്തെ സുനിൽ പറഞ്ഞ പോലെ ഡോക്യുമെന്റേഷൻ ഇല്ലാത്തതിന്റെ ഒരു ഡേറ്റാ ബാങ്കുകൾ പോലീസ് സ്റ്റേഷനിൽ ഇവര് വന്നവരാരാണ്, എവിടുത്തുകാരാണ്, ഇവര് ഫ്രീ ആയിട്ട് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഈസ്റ്റേൺ സൈഡിലെ ബോർഡർ വളരെ പോറസ് ആണ്. അവിടുന്ന് ഈ കടന്നു വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, കള്ളനോട്ട് കേസുകളിൽ വരെ ഇവര് ധാരാളം പെട്ടിരിക്കുന്ന നമ്മൾ പേപ്പറിൽ തന്നെ വായിച്ചിട്ടുണ്ട് ധാരാളം പ്രാവശ്യം. കറുകച്ചാലില് കുറെ നാള് മുമ്പ് ഒരു 18 പേരെ ഒന്നിച്ചു പിടിച്ച് ഓർക്കുന്നുണ്ടല്ലോ. അവരൊക്കെ ആ കേസൊക്കെ ഇപ്പൊ എവിടം വരെ ആയെന്ന് പോലും അറിയത്തില്ല. ബംഗ്ലാദേശികളായിരുന്നു. അങ്ങനെ ധാരാളം ഇതുപോലുള്ള കേസുകളിലും ഈ ആക്രമണങ്ങളിലും ഒക്കെ ഇവര് കൂടുതലായിട്ട് ഇപ്പൊ കാണുന്നു. കഴിഞ്ഞ നവംബർ ഒരു മാസം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിന് പിടിക്കപ്പെട്ടവർ 99,418 പേരാണ്. അതുപോലെ ഡിസംബറിൽ 34,194 പേരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു നവംബർ ഡിസംബർ ഇത് അവസാന കാലഘട്ടത്തിൽ ഒരുപക്ഷെ ടിമാരൊക്കെ തന്നെയാണെങ്കിലും അല്ലെങ്കിൽ സ്ക്വാഡുകളൊക്കെ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടി കൂടുതൽ ആക്റ്റീവ് ആകും. അപ്പൊ ആകാം ഇത്രയും പേര്. ഇതേപോലെ സുനിൽ അത് ശരി, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ കുറച്ചു നാൾ മുമ്പ് കൊല്ലം പുനലൂർ റൂട്ടില് മറ്റേ നമ്മുടെ കൊല്ലം വിരുദനഗർ റൂട്ടില് ഗവൺമെന്റ് എംപ്ലോയീസ് അടക്കം ഏതാണ്ട് ഈ പറഞ്ഞ 150 പേരെ ഒറ്റ ദിവസം മാത്രം സ്ക്വാഡ് ബുക്ക് ചെയ്ത് വായിച്ചു കാണുമല്ലോ. അതൊക്കെ അന്ന് പേപ്പറിലൊക്കെ വൈഡ്ലി ഇറ്റ് വാസ് റിപ്പോർട്ടഡ്. ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള 12 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നു ആ കേസിൽ, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തവര്. അപ്പൊ പിന്നെ ഇവരുടെ കാര്യം പറയണോ? അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ യാതൊരു വിവരങ്ങളുമില്ല. ഇവരുടെ യാതൊരു ബാക്ക്ഗ്രൗണ്ടും സർക്കാരിന് അറിയില്ല. ഇത് എത്രത്തോളം അപകടകരമാണ്. കോട്ടയത്ത് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന ഒരു ASI അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കോട്ടയത്തു നിന്ന് രാവിലെ കൊല്ലത്തേക്ക് പോകുന്ന ഷട്ടിൽ ട്രെയിനിൽ, പ്രത്യേകിച്ചും ജൂലൈ മാസത്തിലൊക്കെ ഇവിടെ ഭയങ്കര മഴയാ. ആ മാസങ്ങളിൽ നിങ്ങൾക്കറിയാം, ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുമ്പം മോഷ്ടാക്കള് ധാരാളമായിട്ട് ആ ട്രെയിനിൽ വരുന്നുണ്ടെന്നും അവര് രാവിലെ മുഴുവൻ ചുറ്റിക്കറങ്ങി രാത്രി മുഴുവൻ മോഷണവും കഴിഞ്ഞ് വെളുപ്പിനെ ഈ ട്രെയിനിൽ തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ടെന്ന് അന്ന് കേട്ടിട്ടുണ്ട്. കൊല്ലത്ത് പോയിറങ്ങി അവർ കണക്ഷൻ ട്രെയിനിൽ പോവോ അല്ലെ അവിടെ ചുറ്റിക്കടന്ന് പിറ്റേ ദിവസം അവിടെ മോഷണം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അതുപോലെ ഇപ്പൊ തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിൽ ഇതുപോലെ തന്നെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുന്ന് ഇങ്ങോട്ട് ആൾക്കാർ കടന്നു വിടുന്നുണ്ടായിരിക്കുമല്ലോ. പാലക്കാട് ബോർഡർ കടന്ന് അവിടുന്ന് ഇതുപോലെ ട്രെയിനിൽ കയറി വന്ന് ഇതുപോലെ മോഷണം നടത്തി സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ട്രെയിനുകളിൽ നടന്നിട്ടും ഇത്രയും കാലങ്ങളായിട്ട് നമ്മുടെ ഇപ്പം നിങ്ങൾക്കറിയാം, ആവശ്യത്തിന് അഡീക്വേറ്റ് ആയിട്ട് RPF ആൾക്കാരുണ്ടോന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത് RPF വളരെ മിനിമൽ സ്ട്രെങ്ത്തിലുള്ള RPF ഇതേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം RPF സ്റ്റേഷൻസ് തന്നെ കേരളത്തിൽ 20 എണ്ണം അങ്ങാണ്ടേ ഉള്ളൂ എല്ലാം കൂടെ. എത്രയോ ഇപ്പൊ RPF ഈ മിക്കവാറും ഒക്കെ കുറെ പേര് പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഉണ്ട്, പിന്നെ കേരള പോലീസിൽ നിന്ന് കുറെ പേര് ഡെപ്യൂട്ടേഷനിൽ പോകുന്നവരുണ്ട്, ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാവുന്ന ഒരു സ്ഥിതി അല്ല ഇത്. ഇപ്പൊ സുനിലിനറിയാം, നമ്മുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ആർക്കും എപ്പോഴും കയറി ചെല്ലാം. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ കണ്ട ഈ TT പോലെ തന്നെ TCമാരുണ്ടായിരുന്നു പണ്ട്, ഈ ടിക്കറ്റ് കളക്ടേഴ്സ് ഉണ്ടായിരുന്നു ഈ സ്റ്റേഷനുകളിൽ. ഇപ്പൊ അങ്ങനെയുള്ളവരെ കണ്ടിട്ട് എത്ര ആളായി? ഏതെങ്കിലും ട്രെയിൻ സ്റ്റേഷനുകളിൽ കാണുന്നുണ്ടോ? പിന്നെ സ്റ്റേഷനുകൾക്കകത്ത് ഈ മറ്റേ സെൻസറും അതും ഇതും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്താ പറയുന്നതിന് ഈ മിക്കവാറും നമുക്ക് പുറത്തോട്ട് എക്സിറ്റ് ആവുകയും എൻട്രി ചെയ്യുകയും ചെയ്യുമ്പോ അവിടെ കൊണ്ടുപോയിട്ട് മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ മെറ്റൽ ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ എനിക്കറിയത്തില്ല. മെറ്റൽ ഡിറ്റക്ടറിന്റെ സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അതായത് മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല ആൾക്കാർ. എന്നാൽ അറ്റ്ലീസ്റ്റ് അവിടെ ഇപ്പൊ നമ്മുടെ കൊച്ചിൻ മെട്രോ സ്റ്റേഷനിലൊക്കെ ഇരുത്തിയിരിക്കുന്ന പോലെ മെറ്റൽ ഡിറ്റക്ടറിന്റെ അടുത്ത് പോലീസിനെ ഇരുത്തുവാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രമേ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയുള്ളൂ. അപ്പം ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റേഷനുകളുടെ എല്ലാം പരിസരങ്ങളെല്ലാം തുറന്നു കിടക്കുക. അത് ഇന്ത്യയിൽ മാത്രമായിരിക്കുകയല്ല, ഇതുപോലുള്ള രാജ്യങ്ങളിലും മിക്കയിടത്തും ഈ പ്രശ്നം കാണും. ഏതവനും പ്ലാറ്റ്ഫോമിൽ കയറി എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് പ്ലാറ്റ്ഫോമുകളിൽ തന്നെ നടന്നിട്ടുള്ള ചെയിൻ സ്നാച്ചിങ് ഇൻസിഡൻസ് എത്രയെണ്ണം ഉണ്ടെന്ന് ഒരു കണക്കറിയണേ RPFകാരോട് ചോദിക്കേണ്ടി വരും. ഈ ചെയിൻ സ്നാച്ചിങ് നടത്തിയിട്ട് ഓടിപ്പോവും. ചിലപ്പോൾ അവൻ ആ ട്രെയിനിൽ തന്നെ കയറിപ്പോവും, അല്ലെങ്കിൽ അവൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവും. അങ്ങനെയുള്ള എത്രയോ കേസുകൾ നമ്മൾ പേപ്പറുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഇല്ലേ? ഇതേപോലെ ട്രെയിനുകളുടെ അകത്ത് നടക്കുന്ന പിടിച്ചുപറി, അതിനെടുത്ത് ചാടി കളയുന്ന വീഡിയോസ് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത്. ഈ അടുത്ത കാലത്ത് ട്രെയിനുകളിൽ നിന്ന് സ്നാച്ചിങ് നടത്തിയിട്ട് ചെയിൻ സ്നാച്ചിങ് നടത്തി ചാടുന്ന വീഡിയോ കഴിഞ്ഞ ആഴ്ച ആരാണ്ടിട്ടുണ്ടായിരുന്നു. അതെ, ഇങ്ങനെ ഇപ്പം അന്യദേശ തൊഴിലാളികളെ പോലെ തന്നെ നമ്മുടെ ഇടയിലും കാണാം കള്ളന്മാര്. പക്ഷെ ശരിയാണ്, പ്രൊപ്പോർഷൻ വെച്ച് നോക്കുമ്പോൾ അവരുടെ എണ്ണം വളരെ കൂടുതലാണ്, അത് സത്യമാണ്.
ഒരു വർഷമായിട്ടും നമ്മൾ ഇപ്പൊ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, April 2, 2023 മറ്റേ ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ്സില് കോഴിക്കോട് അപ്പുറം ഏലത്തൂര് ട്രെയിൻ കത്തിക്കുകയും, അവന്റെ പേര് ഞാൻ മറന്നുപോയി, മറ്റേ ഡൽഹി UP ബോർഡറിൽ എങ്ങാണ്ട് താമസിച്ചിരുന്ന ഒരുത്തൻ, അവന്റെ കേസ് ഇപ്പൊ നടക്കുന്നുണ്ടായിരിക്കാം. സുനിലിന് അറിയാമല്ലോ, കറക്റ്റ് ഏലത്തൂർ ആക്സിഡന്റിലും അതുപോലെ 2-3 പേര് മരിച്ചായിരുന്നു അന്ന്. ട്രെയിനിൽ നിന്ന് ചാടിയും അല്ലാതെയൊക്കെ ആയിട്ട് 2-3 പേര് അന്ന് മരിച്ചു ഏലത്തൂരില്. അത് കഴിഞ്ഞ് കറക്റ്റ് അതിന്റെ ആനിവേഴ്സറിയുടെ അന്നാ ഈ സംഭവം നടന്നത്. അതെനിക്ക് തോന്നുന്നു അധികം പേര് ശ്രദ്ധിച്ചിട്ടില്ല. കറക്റ്റ് അതേ ആനിവേഴ്സറിയുടെ സമയത്താണ് ഇത് നടന്നത്. ഇനിയിപ്പോ ട്രെയിനിന്റെ ഇനിയിപ്പം ഈ നമ്മുടെ ട്രെയിനിൽ ഇപ്പൊ ടോയ്ലറ്റുകൾ മാറ്റിവെക്കുന്ന ഒരു ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ബയോ ടോയ്ലറ്റ്സ് വെച്ച്. അതേ രീതിയിൽ ഇനിയിപ്പോ ട്രെയിനുകൾ മുഴുവൻ അറ്റ്ലീസ്റ്റ് മിനിമം എക്സ്പ്രസ് ട്രെയിനുകളിലെങ്കിലും ആദ്യകാല CCTVകൾ വെക്കേണ്ടി വരും, കോച്ചുകൾ മുഴുവൻ ആ ഒരു സംവിധാനത്തിലേക്ക് പോയി. ഇപ്പം വന്ദേ ഭാരതിന്റെ അകത്ത് നമുക്ക് മെസ്സേജ് പാസ് ചെയ്യാനും നമ്മളെ എല്ലാം കാണാനും അവർക്ക് ഡ്രൈവർമാർക്ക് CCTV ഉണ്ട്. പക്ഷേ ഇപ്പം ഇപ്പം രാജധാനിക്കകത്ത് കാണുമായിരിക്കാം, എനിക്കറിയത്തില്ല. അതേ സംവിധാനം ഇനി ഒരു ദീർഘകാല നടപടിയുടെ ഭാഗമായിട്ടെങ്കിലും ട്രെയിനുകളിലെല്ലാം അതേപോലെ ഈ സ്ലൈഡിംഗ് ഡോർ ഓട്ടോമാറ്റിക് ആയിട്ട് മനുഷ്യൻ കയറി കഴിയുമ്പോൾ അടയുന്നു, അങ്ങനത്തെ രീതിയിലുള്ള ഡോറും ഒക്കെ സംവിധാനങ്ങളൊക്കെ വന്നാൽ ഒരു പരിധി വരെ നമുക്ക് കുറെയൊക്കെ കൺട്രോൾ ചെയ്യാം. അതിന് ഇനി എത്രയോ കാലം നമ്മൾ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കൊടും കുറ്റവാളികൾ ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും വരെ നമ്മുടെ നാട്ടിൽ വരുന്നില്ലേ? തീർച്ചയായിട്ടും. അത് തന്നെയല്ലല്ലോ, ഇപ്പം ഇവരിൽ ഒരുപാട് പേരെങ്കിലും പല കേസുകളിലും പിടിച്ചു കഴിയുമ്പോഴേ അറിയുന്നത് ഇവര് ഉണ്ടാക്കിയിരിക്കുന്ന ആധാർ കാർഡ് പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ളതും ഇവര് ഈ നാട്ടുകാരല്ലെന്ന് വരെ ഇപ്പം പലരും കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അത് കുറെയൊക്കെ ശരിയാണ് താനും. കാര്യം ഈ കോട്ടയത്ത് നമ്മൾ നേരത്തെ കള്ളനോട്ട് കേസിന്റെ കാര്യം പറഞ്ഞു, 18 പേരും ബംഗ്ലാദേശികളായിരുന്നു അന്ന് പിടിച്ചവര്. അതേപോലെ എത്രയോ പേര് ഇവിടെ ഒളിഞ്ഞു പറഞ്ഞു നിൽക്കുന്നുണ്ടായി. നേപ്പാളുകാർക്ക് പിന്നെ ഇവിടെ ഫുള്ളായിട്ട് നമുക്ക് ഇന്ത്യ എൻറ്റർ ചെയ്യാം, ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകാനും അതുപോലെ തന്നെ. അവർക്ക് ഇങ്ങോട്ട് വന്ന അവരും ഇപ്പം പല കേസുകളിലും അവരെയും പിടിച്ചിട്ടായിട്ട് ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുണ്ട് പലയിടത്തും. കേരളത്തിൽ അധികം കേസുകളിൽ ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പം ശ്രദ്ധിച്ചു കാണുമായിരിക്കും അല്ലെ? നേപ്പാളീസ് അത്രമാത്രം കേസുകൾ ഇവിടെ ഇല്ലെങ്കിലും നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ വന്നിട്ടുണ്ട്, കേസുകളിലൊക്കെ പെടുന്നുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷനും ഡേറ്റാ ബാങ്കും ഒന്നും ഇല്ലാതെയും ഇതൊക്കെ അത് ഇനിയെങ്കിലും അതിനുള്ള ഒരു ആക്റ്റീവ് പോലീസ് സ്റ്റേഷനുകളിൽ അത് ഉണ്ടെന്നാ പറയുന്നത് പല സ്ഥലങ്ങളിലും. പക്ഷെ അതൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയത്തില്ല. എല്ലാ മനുഷ്യരുടെയും ഉണ്ടോ, അതോ ഒരു സ്റ്റേജിൽ കുറെ പേര് അങ്ങ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തി ബാക്കി വരുന്നവരാരാ പോകുന്ന ആരാ ഇതൊന്നും അറിയുന്നില്ല. ഇവര് ഒരു 4 വർഷം മുമ്പ് ചങ്ങനാശ്ശേരിയിൽ പായിപ്പാട് ഒരു ഭയങ്കര വലിയ ഡെമോൺസ്ട്രേഷൻ നടന്ന ഓർക്കുന്നില്ലേ, കോവിഡ് തുടങ്ങിയ സമയത്ത്? അന്ന് അവിടെ പറയുന്നത് അന്ന് 10,000-ത്തിനടുത്ത് പേര് ആ സമ്മേളനമല്ല ആ ഒരു ജാഥയ്ക്കകത്ത് മാത്രം ഉണ്ടായിരുന്ന പറഞ്ഞേ. അത് കൂടാതെ തന്നെ ഇപ്പം നമ്മളെ കണ്ടു പൂവന്തുരത്തില് കോട്ടയത്ത് ഒരു ഫാക്ടറിയിലെ സെക്യൂരിറ്റിയെ കൊന്നു കുറച്ചു നാൾ മുമ്പ്, ഓർക്കുന്നില്ലേ? അതും പക്ഷെ താമസിച്ചവൻ അവിടുന്നാ പിടിച്ചത്. പക്ഷെ അവനെ പിടിച്ചത് ചങ്ങനാശ്ശേരിന്നാ. അതേപോലെ പല സംഭവങ്ങളിലും ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ പ്രതികളെ പിടിക്കാൻ വേണ്ടി തന്നെ പോലീസ് മിക്കവാറും ആലുവ പെരുമ്പാവൂർ ഭാഗത്തേക്കായിട്ട് വരുന്നുണ്ട്, പുറത്തുനിന്നും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്, പിടിച്ചോണ്ട് പോകുന്നുണ്ട്. പക്ഷെ അവരുടെ എണ്ണമോ ഇതൊന്നും നമുക്ക് അറിയത്തില്ല. അവിടെ ഒരു മൈഗ്രന്റ് ഇതിന്റെ ഒരു വോളണ്ടറി ബോഡി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുമായിട്ട് ഞാൻ കുറെ നാൾ മുമ്പ് ബന്ധപ്പെട്ടിരുന്നു, അതിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ, ഒരു മനുഷ്യനായിട്ട്. അപ്പൊ പുള്ളി പറഞ്ഞ അവരുടെ അടുത്ത് എല്ലാം പെർഫെക്റ്റ് ആണ്, അവരുടെ അടുത്ത് കണക്കുണ്ട് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. ആ കോവിഡ് തുടങ്ങിയ സമയത്തായിരുന്നു. പിന്നീട് ബന്ധപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴുള്ള ഈ കേസ് വന്നു കഴിയുമ്പോൾ ഇനി സ്വാഭാവികമായിട്ടും ഇനിയിപ്പം അതൊക്കെ കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ അറിയാൻ പറ്റും ഇവർ എത്ര പേര് ഇനിയും ഇതുപോലെ ഇവിടെ ഒളിഞ്ഞു പാക്കുന്നുണ്ട്, ഇവർ എവിടെ നിന്നൊക്കെ വരുന്നവരാണ്. ട്രെയിനുകളിൽ ഇപ്പം നിങ്ങൾ തന്നെ സ്റ്റേഷനുകളിൽ നിന്നാ അറിയാം ഇവര് ട്രെയിൻ വരുമ്പോൾ ഉണ്ടാക്കുന്ന സീൻസ്. ഈ പുറത്തുനിന്ന് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ട്രെയിൻ വരുമ്പോൾ അവര് സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന സീൻ കണ്ടിട്ടുണ്ടോ? അവരൊരിക്കലും റിസർവേഷനും കാണത്തില്ല, ഒന്നും കാണത്തില്ല. അവസാനം എങ്ങനെയെങ്കിലും ചാടി ട്രെയിനിന്റെ അകത്ത്, നമുക്കൊക്കെ പേടിയാവും. ട്രെയിൻ മൂവ് ചെയ്ത് കഴിഞ്ഞ് ഇവരെന്ത് ചാടി അകത്തോട്ടൊക്കെ കയറുന്നത് ഞാനൊരു 15 ദിവസം മുമ്പ് വരെ കണ്ടു. ചാടി കയറുന്നവര് അകത്തേക്ക്, ട്രെയിനിന്റെ അകത്തോട്ട് ഫാസ്റ്റ് ആയിട്ട് ട്രെയിൻ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് കാര്യം ഇവര് ട്രെയിൻ വരുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ടിക്കറ്റ് ഇല്ലാത്ത കാരണമാണോ എന്നാന്ന് അറിയത്തില്ല, മാറി നിൽക്കും, അങ്ങോട്ട് മാറി. ട്രെയിൻ വിടാൻ നേരം ട്രെയിൻ വിട്ടോണ്ടിരിക്കുമ്പോഴാ ബാഗുമായിട്ടൊക്കെ ഓടിച്ചെന്ന് അകത്തോട്ടൊക്കെ, ബാഗല്ല മിക്കവാറും എല്ലാത്തിനും കെട്ടിക്കൊണ്ടാ പോകുന്നത് സാധനങ്ങളൊക്കെ. ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചെന്നാൽ ആടുകളെയും നായ്ക്കളെയും എന്തിന് സ്റ്റൗവുമായി വരെ
റിസോർട്ട് കമ്പാർട്ട്മെന്റുകളിൽ കയറി യാത്ര ചെയ്യുന്നവരെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയില്ല. നേരത്തെ ഇതൊക്കെ ഒരു കോമൺ സൈറ്റ് ആയിരുന്നു അങ്ങോട്ടുള്ള സ്റ്റേറ്റുകളിലൊക്കെ, ഈ പറഞ്ഞ നോർത്തേൺ ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ പലയിടത്തും. ഇപ്പോഴത്തെ സ്ഥിതി എനിക്ക് അറിയത്തില്ല, മാറി കാണാനാണ് സാധ്യത. അതെ, കാര്യം ഇപ്പൊ ആൾക്കാർ ഇതൊക്കെ കുറച്ചുകൂടെ കൂടുതൽ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ ടിക്കറ്റ്ലെസ് ട്രാവലേഴ്സ്, ടിക്കറ്റ്ലെസ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാമല്ലോ, അത് എഗെയിൻസ്റ്റ് ലോ ആണ്. അപ്പൊ അതിനൊക്കെ തുനിയുന്നവൻ തീർച്ചയായിട്ടും നിയമം പാലിക്കുന്നവനല്ല. ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം റിസർവ്ഡ് കമ്പാർട്ട്മെന്റുകൾ അവർക്ക് പ്രാപ്യമാണ്. മുഖ്യ പ്രശ്നം ആവശ്യത്തിനുള്ള ട്രെയിനുകൾ സമയത്തില്ല എന്നുള്ളതല്ലേ? ഇപ്പം സുനിലിന് അറിയാമായിരിക്കും, ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഇതുള്ള ട്രാവലിംഗ് പോകുന്ന ട്രെയിൻ കന്യാകുമാരി നിന്ന് ഡിബ്രുഗഡിന് പോകുന്ന ട്രെയിനാ. അത് ഇവന്മാരുടെ എണ്ണം കൂടിയത് കാരണമായിരിക്കാം 2 ദിവസമായിരുന്ന വണ്ടി ഇപ്പൊ 5 ദിവസം ആക്കി കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഒരു മാസം മുമ്പ് മുതൽ 5 ദിവസത്തേക്ക് ആക്കി. പിന്നെ അതുപോലെ ഇപ്പം പഴയതിനേക്കാളൊക്കെ ഒരുപാട് വണ്ടികൾ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ ആവശ്യത്തിനനുസരിച്ച് വണ്ടി ഇല്ല എന്ന് തന്നെ പറയും. ഇവരധികവും ഇപ്പോഴും കൂടുതലും പോകുന്ന മദ്രാസിൽ ചെന്നിട്ട് ഓൺവേർഡ് ട്രെയിൻ എടുത്തും, പിന്നെ ഇതിൽ കാശ് കൂടുതലുള്ളവർ അങ്ങോട്ട് ഫ്ലൈറ്റിന് പോകും. വീട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് ഫ്ലൈറ്റിന് പോകുന്നുണ്ട്. ഇങ്ങോട്ട് പിന്നെ കള്ളവണ്ടി കയറിയോ അല്ലെ ട്രെയിനിട്ട് ഇതുപോലെ ടിക്കറ്റ് ഇല്ലാതെ തന്നെ അല്ല, ചിലപ്പം സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ഒക്കെ എടുത്തവർ ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങോട്ട് പ്ലെയിനിൽ പോകുന്ന അന്യദേശ തൊഴിലാളികളെ ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. പ്ലെയിനിൽ പോകുന്നു, അങ്ങോട്ട് പോകും ഭൗതികൊക്കെ. കാര്യം അവരെ സംബന്ധിച്ച് 3 ദിവസം 4 ദിവസം ട്രെയിനിലിരുന്ന് ഇപ്പം ബംഗാളിന്റെ അങ്ങേ അറ്റത്ത് ചെല്ലുന്നതിലും നല്ലതല്ലേ ഫ്ലൈറ്റിൽ പോയി അവിടെ പിറ്റേ ദിവസം രാവിലെ എങ്കിലും അവരുടെ വീട്ടിൽ ചെല്ലുന്നത്. കൽക്കട്ട ഇറങ്ങിയിട്ട് പിന്നെയും പോകണം. മുഷീറാബാദും മറ്റേ ദിനാജ്പൂറും മാൾഡയൊക്കെയാണ് ഇവർ പോകുന്നത്. അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ പിന്നെ അവിടുന്ന് അന്ന് ഞാനപ്പോ ചോദിച്ചു 1-2 പേരോട്. അപ്പൊ അവര് പറഞ്ഞത് അവിടെ ഇരുന്ന് 10 മണിക്കൂറൊക്കെ ബസ്സിൽ പോയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നതെന്നൊക്കെയാ പറഞ്ഞു തന്നത്. അങ്ങനെ ഇപ്പം ഇവർക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ട്രെയിനുകളുടെ എണ്ണത്തിന്റെ കുറവുണ്ട്. ട്രെയിനുകളുടെ എണ്ണം പക്ഷെ സീസണൽ ആയിട്ടായിരിക്കും ഇവർ അങ്ങോട്ട് പോകുന്നത്. അത് കാരണമായിരിക്കും ഈ എപ്പോഴും റെഗുലർ ട്രെയിൻസ് ഇല്ലാത്തതും. സ്പെഷ്യൽ ട്രെയിൻസ് ഇവർക്ക് ഇപ്പൊ ഈ ഹോളിയുടെ സമയത്തും ഇയർ എൻഡിന്റെ സമയത്തൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്താ കുറെ പേർക്ക് പോകാനും കള്ളത്തരത്തിൽ പോകാതെ മര്യാദയ്ക്ക് പോകാനും ഒക്കെ ഇവർക്ക് കഴിയും. ഇവരെല്ലാരും ക്രിമിനൽസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുകയല്ലോ. ഇവര് ക്രിമിനൽസ് ഉണ്ട്, നന്നായിട്ടുണ്ട്. അത് ഇപ്പം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഉണ്ട്. നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്ന് മാത്രമുള്ളവരല്ല, എല്ലാ സ്റ്റേറ്റിൽ നിന്നും കള്ളന്മാരുണ്ട്. രമേഷ് ജി, ഒരു ട്രെയിനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും വിവിധ സ്വഭാവക്കാരായ യാത്രക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് അതെല്ലാം മാനേജ് ചെയ്യേണ്ടി വരുന്നത് നമ്മുടെ ടിടിമാരാണ്. അവിടെ സംരക്ഷണത്തിന്, സ്വയരക്ഷയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അങ്ങനെ വരുമ്പോ ഞാൻ പറയുകയാണ്, ഇനിയിപ്പം അവർക്ക് ഇപ്പൊ അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അറ്റ്ലീസ്റ്റ് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിലെങ്കിലും ഡ്യൂട്ടിക്ക് പോകുന്ന ടിടിമാർക്ക് നിയമപരമായിട്ട് പിസ്റ്റള് ഹാൻഡിൽ ചെയ്യാനുള്ള പവർ കൊടുക്കണം. പിസ്റ്റൾ കൊടുക്കണം, ട്രെയിനിങ് കൊടുത്തിട്ട് പിസ്റ്റളൊക്കെ കൊടുക്കണം അവർക്ക്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സുരക്ഷയ്ക്കായിട്ട് അത് ആവശ്യം വന്നാൽ അവരത് എടുക്കണം. അങ്ങനെ പിസ്റ്റൾ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് പിസ്റ്റളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടവരാണ്. അതായത് അറ്റ്ലീസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ് കടന്ന് അടുത്ത സ്റ്റേറ്റിലേക്കെങ്കിലും പോകുന്ന ടിടിമാര് ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് പിസ്റ്റളിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കണം. അവർക്കൊരു പ്രൊട്ടക്ഷൻ പിസ്റ്റൾ അവരുടെ കയ്യിൽ സർവീസ് പിസ്റ്റൾ വേണം. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്കൊക്കെ വരണം. ഇപ്പൊ CRPF ഇപ്പം നമ്മൾ ഈ ടെററിസ്റ്റ് ഇൻഫെക്റ്റഡ് ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ ട്രെയിനിൽ ചെക്കിങ്ങിന് അവർ വരാറുണ്ട്, കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ അടുത്ത് പിസ്റ്റളും ഈവൻ ലൈറ്റ് മിഷൻ ഗണ്ണും ഒക്കെ ഉണ്ട് പലരുടെ അടുത്തും, അവരുടെ എല്ലാം കയ്യില്. അപ്പം അതേപോലെ നമുക്ക് ഇവരുടെ സുരക്ഷയ്ക്കായിട്ട് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ തന്നെ കേരളത്തില് ടിടിമാര് പറയുന്നത് കേട്ടു, ഇപ്പം ഒരു ട്രെയിൻ ഫുള്ളായിട്ട് ചെക്ക് ചെയ്യേണ്ട അവസ്ഥ അവർക്ക് പലർക്കും വരുന്നുണ്ടെന്ന്. കാര്യം എന്ന് വെച്ചാൽ ആളുകളില്ല ആവശ്യത്തിന്. 450 ടിടിമാരെ ഉള്ളെന്ന് പറയുന്നു. നമ്മുടെ തിരുവനന്തപുരം ഡിവിഷനിലാണോ അതോ തിരുവനന്തപുരം പാലക്കാടും ആണോ എന്ന് അറിയത്തില്ല. 450 ടിടിമാര്, പക്ഷെ 800 പേരുണ്ടെങ്കിലേ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാ പറയുന്നത്. ഒരു ട്രെയിനിൽ 3 ടിടിമാരാണ് സാധാരണഗതി കാണുന്നത്. ഇപ്പം 14 റിസർവേഷൻ കോച്ച്, 14 അല്ല, ഇപ്പം സാധാരണഗതി 18 എണ്ണമൊക്കെ ഉണ്ട്. മിക്കവാറും ട്രെയിനിനെല്ലാം 20-21 കോച്ചുകൾ ഉണ്ടല്ലോ. 18 കോച്ച് വരെയൊക്കെ എല്ലാ റിസർവേഷനും ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് AC-യും തേർഡ് AC-യും ഒക്കെ കൂടി വരുന്നുണ്ട്. അപ്പം അവർക്ക് തീർച്ചയായിട്ടും ഇത്രയും ട്രെയിനിൽ ഡ്യൂട്ടി ചെയ്യണമെങ്കിൽ ഏതെല്ലാം ടൈപ്പുള്ള ആൾക്കാരെ ആയിരിക്കും എൻകൗണ്ടർ ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഗവൺമെന്റ് കൺസിഡർ ചെയ്യേണ്ടതാണ് അവരുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി അവർക്ക് പിസ്റ്റൾ ക്യാരി ചെയ്യാനുള്ള ഒരു നിയമം വഴി അത് നടപ്പാക്കണം. അവർക്ക് പിസ്റ്റൾ യൂസ് ചെയ്യേണ്ട വന്നാൽ അത് ചെയ്യേണ്ടതായിട്ട് വരണം. കാര്യം ഇങ്ങനെയുള്ളവന്മാര് ഇനിയും ഇവരുടെ യാത്രകളും ഇവരുടെ എണ്ണവും കൂടത്തേ ഉള്ളൂ.
അപ്പൊ അവരെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തണമെങ്കിൽ ഇതൊക്കെ പറ്റത്തുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.